അപ്പോൾ അതാ മച്ചന്മാരെ നമ്മളിപ്പോൾ ഏകദേശം ഒരു സൂയിസൈഡ് പോയിന്റ് തൊട്ടെടുത്തിട്ട് ഇപ്പം നല്ല കോട ഇങ്ങനെ അതാ നമ്മളെ സൈഡിലൂടെ ഇങ്ങനെ കയറി പോകുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടാ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ സെയിം പാടങ്ങളാട്ടോ ഇത്. കണ്ടോ നാട്ടിലത്തെ ആ ഒരു ഇത്. നമ്മൾ മസ്റയിൽ നിന്ന് നല്ലൊരു തക്കാളി പറിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഞാൻ തിന്നു നോക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് സേഫ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സൗദിയിലെ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ തേടിയുള്ള യാത്രയിൽ ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് അൽസുദ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ നാട്ടിലെ പറയുകയാണെങ്കിൽ ഊട്ടി, കൊടൈക്കനാൽ അതുപോലത്തെ ഒരു ഫീലുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതാ ഈ ഒരു കിടിലനായിട്ടുള്ള സ്ഥലത്തിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളുമാണ് ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൂടെ സതീഷ് ചേട്ടനാണ് ക്യാമറ ഇരിക്കുന്നത്, സിദ്ദീഖ് ഭായ് ഉണ്ട്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അലി വ്ലോഗ്. അപ്പോൾ അതാ മച്ചന്മാരെ നമ്മളങ്ങനെ അബഹയിൽ നമ്മുടെ ചങ്കിൻ്റെ ഒരു മസ്റേക്കാണ് പോകുന്നത്. അവിടെ ആളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ കയറി കാണിച്ചു തരാം. അതാ നല്ല പാടങ്ങളും അതിൻ്റെയൊക്കെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ നമ്മൾ അങ്ങനെ നമ്മുടെ ചങ്കിൻ്റെ മസ്റയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അതാ കൂസ അതിൻ്റെ കൃഷിയാണ്. അപ്പോൾ കഴിഞ്ഞിപ്പം ഇത് ഗോതമ്പാണോ സംശയമുണ്ട്. വളടാനുള്ള പരിപാടി നമ്മളുണ്ടല്ലേ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ സെയിം പാടങ്ങളാട്ടോ ഇത്. കണ്ടോ നാട്ടിലത്തെ ആ ഒരു ഇത്. ഈ ഒരു പമ്പ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവർ ഈ ഒരു പാടത്തേക്ക് എന്താ പറയുക വെള്ളം കാര്യങ്ങളൊക്കെ അടിച്ചു വിടുന്നത്. മെയിനായിട്ട് വെള്ളം അടിക്കുന്ന ഒരു കിണറാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ആഴമുണ്ട്. കിണറിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കിണറിൻ്റെ മെയിൻ കവാടം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി നമുക്ക് താഴെ വരെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഹൈറ്റ് പേടിയുള്ളതുകൊണ്ട് ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഇതാണ് കിണറിൻ്റെ മൊത്തത്തിലുള്ളൊരു കാഴ്ചകൾ കേട്ടോ. അപ്പോൾ നമ്മളിനി നേരെ തക്കാളി പാടത്തേക്കാണ് പോകുന്നത്. ഇതാണ് ഹമാര മുദീർ ക്യാ ഭായ് नाम क्या है आपका? कौसर. माशाल्लाह. आप किधर से? बंगाल से. ओके आओ आप थोड़ा बताओ हमको क्या क्या है उधर. അപ്പോൾ നമ്മുടെ മച്ചാന്മാരിങ്ങനെ നേരെ ഇറങ്ങി പോകുന്നുണ്ട്. തക്കാളിൻ്റെ ഒരു ഫാമാണ് കേട്ടോ. ഈ ഒരു ഹട്ടിൻ്റെ ഉള്ളിലാണ് ഇവർ മെയിനായിട്ട് കൃഷി കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളത് അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. മാഷാ അല്ലാ മാഷാ അല്ലാ. അപ്പോൾ ഇതാണ് കേട്ടോ സൗദി അറേബ്യയിലുള്ള തക്കാളിൻ്റെ തോട്ടം. ഇതുണ്ടല്ലേ. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് നടന്നിങ്ങനെ പോയി നോക്കുകയാണ്. ഇതുണ്ടോ നല്ല ഫ്രഷ് തക്കാളിയും കാര്യങ്ങളും ഉണ്ട്. ഇത് ആക്ച്വലി ഇത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതാണല്ലേ ഒരു വള്ളി ഒരു കുഞ്ഞി കയർമല് കെട്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഇവർ ഇതാക്കുന്നത്. മുകളിലൂടെയൊക്കെ മൊത്തം വള്ളികളും കയറുകളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇവരിത് കൃഷി ചെയ്യണത്. അപ്പോൾ അതാ മച്ചന്മാരെ നമ്മൾ മസ്റയിൽ നിന്ന് നല്ലൊരു തക്കാളി പറിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഞാൻ തിന്നു നോക്കാം. തക്കാളി തത്ത മാത്രമല്ല ഞാൻ തക്കാളിയൊക്കെ തിന്നു. നല്ല സെറ്റപ്പാണ്. भाई साहब हाँ भाई साहब बहुत अच्छा है. बहुत अच्छा है. आप कितना साल हो गया इधर? कितना 5 साल हो जाएगा. 5 साल हो गया. हाँ 5 വർഷമായി മുപ്പരോടെ हो गया तो वो बामिया शेष हो जाएगा ना. हाँ अव्वल से बड़ा बड़ा वाला आता है. बड़ा वाला आता है. बड़ा वाला आता है और छोटा वाला सब गत्ता करेगा. बाद में दूसरा जाएगा. हाँ ഇത് ഓരോന്നോരോന്ന് സെറ്റപ്പ് ഇങ്ങനെ ഇതാക്കാണ്. ഇപ്പോൾ ഷൗക്കത്ത് ഭായി നമ്മൾ റൂമിലേക്കുള്ള തക്കാളിയൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നല്ല നല്ല കൃഷി കാര്യങ്ങൾ ഒക്കെ ഉള്ള നല്ല മനോഹരമായ സ്ഥലമാണ് നമ്മുടെ സൗദി അറേബ്യയുടെ. അപ്പം സൗദി അറേബ്യയിൽ കാണാനൊന്നുമില്ലെന്ന് ആരും പറയരുത് കേട്ടോ. ഇതുപോലെ നല്ല നല്ല പ്രകൃതിയുമായി എന്താ പറയുക ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ വീഡിയോസിൽ ഇനി ഇൻഷാല്ലാ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് വരും. നമ്മളിനി നേരെ അൽസുദ സൂയിസൈഡ് പോയിന്റിന്റെ അടുത്ത് കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ്. അല്ല മുത്തപ്പൂല്ലേ അടിപൊളി. സൗദി അറേബ്യയിലെ അബഹ എന്ന പ്രദേശത്തെ ഒരു കൊച്ചു ടൂറിസ്റ്റ് വില്ലേജ് ആയിട്ടാണ് ഈ അൽസുദ അറിയപ്പെടുന്നത്. അബഹ സിറ്റിയിൽ നിന്നും ഏകദേശം 28 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത്. വലിയ വലിയ കാടുകളാൽ തിങ്ങി നിറഞ്ഞ ഈ ഒരു പ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3015 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വരുന്ന ആളുകൾക്ക് വിശ്രമിക്കുവാനും താമസിക്കുവാനുമായി 3 സ്റ്റാർ ഹോട്ടലുകൾ മുതൽ 5 സ്റ്റാർ ഹോട്ടലുകളുടെ സൗകര്യങ്ങൾ വരെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അൽസുദയുടെ ബാക്കി മനോഹരമായ കാഴ്ചകളിലേക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ അൽസുദയിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റിയ ഒരു കിടിലനായിട്ടുള്ള സംഭവമാണ് റോപ്പ് വേ.
ഇവിടെ ഉണ്ടോ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും റോപ്പ് വേ ഉണ്ട്. ഇവിടെ നമുക്ക് മുകളിൽ നിന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഞാൻ പറയാം. ഈ റോപ്പ് വേയിൽ കയറിയിട്ട് നമുക്ക് താഴെ, അതായത് ആ സൂയിസൈഡ് പോയിന്റിൻ്റെ താഴത്തോട്ട് ഈ റോപ്പ് പോകുന്നുണ്ട്. ഇതുണ്ടോ, ഈ കാണുന്നതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. ഇവിടുന്ന് ഈ മുകളിലൂടെ ഈ റോപ്പ് ഇങ്ങനെ പോയിട്ട് താഴേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് എന്താ പറയുക, റോപ്പ് വേ നമുക്ക് പോയിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കിടലൻ സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മുടെ മുത്തുമണി നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് മൂപ്പർക്ക് അർജന്റായിട്ട് ഒരു ചെറിയ ട്രിപ്പ് പോകാണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൂപ്പര് വരും നമ്മൾ പിക്ക് ചെയ്യാൻ. അപ്പോൾ ഞാനും നമ്മുടെ ഹംസഭായും കൂടെ ഇവിടെ ഒന്ന് ഇറങ്ങി ഇവിടുത്തെ ഫുൾ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്നാൽ ശരി. അപ്പോൾ അതാ മച്ചാന്മാരെ, നമ്മുടെ അൽസുദയിലുള്ള മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു റോപ്പ് വേ. അത് കഴിഞ്ഞാൽ ഇവിടെ ഈ റോപ്പ് വേൻ്റെ അടുത്ത് തന്നെ റോപ്പ് വേയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു പാർക്കിക്കുള്ളൊരു എൻട്രൻസ് ഉണ്ട്. അതിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴത്തായിട്ടൊരു ബ്രിഡ്ജ് പോലെ ഈ മരങ്ങളൊക്കെ കൊണ്ട് ഉണ്ടാക്കിയ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അതിലൂടെ നമുക്ക് ഇങ്ങനെ ഇറങ്ങി പോവാം. അപ്പോൾ അതിൻ്റെ ഒരു എൻട്രൻസിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് ഇത് അങ്ങനെ ഇറങ്ങുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ സൈഡിലൊക്കെ ആയിട്ട് നല്ല കോടൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും. മരം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല മരങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഇതാ നേരെ ഇറങ്ങി വന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കിലൊക്കെ ഉള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ നമ്മൾ ഒരു മെയിൻ സൂയിസൈഡ് പോയിന്റിൻ്റെ അടുത്തായിട്ട്, അതായത് കണ്ടോ അവിടെ ഇങ്ങനെ കോട ഇങ്ങനെ ഇറങ്ങി വരുന്നു, കയറി വരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ചങ്ക് ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ മൂപ്പരെ കാണില്ല. ഞങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു വിഷ്വൽസ് എടുത്തരാം. ക്യാമറ ഓണാക്കിയപ്പോൾ ഫുള്ള് പോയിക്കണമെന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പം വരും സാധനം. കോട ഉണ്ടോ കയറി വരുന്നത്, പൊളി. നമ്മൾ ഊട്ടിയിൽ നാട്ടിലൊക്കെ ആകുമ്പോൾ ഊട്ടി കൊടൈക്കനാലൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഫീൽ കിട്ടില്ലേ. അവിടെ നിന്ന് കമ്പൊക്കെ മേടിച്ച് തിന്നുമ്പം അറിയാം. ഇതിന് മുകളിൽ ഫുഡ് ഐറ്റംസുകളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഊട്ടി കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ നമുക്ക് കഴിക്കാനും ഫുഡ് അങ്ങനത്തെ ഓരോ സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ മുകൾക്കൊന്നുമില്ല. അപ്പം ഭക്ഷണം കാര്യങ്ങൾ വേണ്ട ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാം. ആ മെയിൻ എൻട്രൻസിൽ ആ മരപ്പാല ഇറങ്ങിയിട്ട് ഒരു ടാറിട്ട റോഡുണ്ട്. അത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നടന്നു പോന്നു കഴിഞ്ഞാൽ, ഒരുപാട് നടന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു വലിയൊരു എന്താ പറയുക വുഡ് ബ്രിഡ്ജിങ് കാണാൻ പറ്റും. ഇത് കണ്ടോ, ആ ഒരു ലെവലിലേക്ക് വരെ അതിങ്ങനെ നീണ്ട് കിടക്കുന്നുണ്ട്. ഈ മരത്തിൻ്റെ ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നമുക്ക് നല്ല കാടുകളാട്ടോ. ഇതുണ്ടോ, അതിലൂടെയൊക്കെ വെള്ളം വരുന്ന സമയത്ത് ഇതിൻ്റെ അടിയിലൂടെ ഒഴിച്ചു പോകാനുള്ള സെറ്റപ്പിനാണ് ഇവർ ഒരു പാലം വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സംഭവം അത്യാവശ്യം നല്ല സെറ്റപ്പ് ആട്ടോ സാധനം. ഇത് ഒരുപാട് കാലത്തെ പഴക്കമുണ്ട് ഈ ഒരു ബ്രിഡ്ജിന്. പക്ഷേ എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു മരമാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ മച്ചന്മാരെ, നമ്മളങ്ങനെ ആ ബ്രിഡ്ജും അതുപോലെ തന്നെ ആ വഴികളിലൂടെ ഒക്കെ കയറി നടന്ന് വന്ന് ഇപ്പം ഏറ്റവും മുകളിലൊരു വ്യൂ പോയിന്റിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഇതുപോലെ ഒരു ഇരിപ്പിടുണ്ട്, ഒരു തിണ്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ സൂര്യപ്രകാശം അതുപോലെ തന്നെ സൂര്യാസ്തമയം കാണാൻ പറ്റും. അതിനൊക്കെ അപ്പുറം ഈ താഴെ ഭാഗത്തു നിന്ന് കോട ഇങ്ങനെ പൊന്തി വരുന്ന കാഴ്ചകളും കാണാൻ പറ്റും. പിന്നെ എന്താ പറയുക, നല്ല തണുപ്പാട്ടോ. ജാക്കറ്റ് മസ്റ്റായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പം ഇതിൻ്റെ ഫുള്ളായിട്ട് ഇവിടെ വരണം കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന ആൾക്കാർ ഈ ഒരു വ്യൂ പോയിന്റിൽ വന്ന് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പം ഇത് സൗദി അറേബ്യയിലുള്ള അൽസുദ എന്ന് പറയുന്ന ഒരു പാർക്കിലാണുള്ളത്. എന്തായാലും വരിക, മസ്റ്റ് വിസിറ്റ് പ്ലേസ്. അപ്പോൾ കേട്ടോ മച്ചാന്മാരെ, നമ്മൾ ഒരു ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് സെറ്റായപ്പോൾ തന്നെ നമ്മുടെ മുത്തുവിടെ എത്തിയിട്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഞങ്ങൾ വീഡിയോയിൽ കാണിച്ച സ്ഥലങ്ങൾ മാത്രമല്ല കേട്ടോ ഇതിനുള്ളിലുള്ള, വീണ്ടും ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. അതൊന്നും ഫുള്ള് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ പ്രത്യേകിച്ചും ഒരു ഉച്ച സമയത്ത്, അതായത് ജുമുഅ ദിവസം ആയതുകൊണ്ട് തന്നെ ആ ഒരു ടൈം കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൊക്കെ ഇവിടെ എത്തണം, എന്നാലും ഇത് ഫുള്ള് നടന്ന് കാണാൻ പറ്റുള്ളൂ. ഒരുപാട് ഗ്രില്ല് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ പാർക്കിങ്ങിൽ ഇരിക്കാനുള്ള ഒരുപാട് മരത്തോണ്ടുണ്ടാക്കിയ അടിപൊളി സംഭവങ്ങളുണ്ട്. അൽസുദയിലെ കാഴ്ചകൾ കണ്ട് മടങ്ങുന്നതിന് മുമ്പ് തീർച്ചയായും നിങ്ങൾ ഇവിടുത്തെ സൂക്ക് കൂടെ ഒന്ന് പോയി കാണണം. കാരണം
പണ്ടുകാലങ്ങളിൽ ഇവിടെയുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, മറ്റു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് വസ്തുക്കളുടെ വലിയ ഒരു ശേഖരം തന്നെയാണ് ഈ സൂക്കിൻ്റെ അകത്ത് ഇവർ ഒരുക്കിയിട്ടുള്ളത്. നമുക്കത് കാണുവാനും പൈസ കൊടുത്ത് മേടിക്കുവാനുമുള്ള അവസരം ഇവിടെ വന്നാൽ സാധിക്കുന്നതാണ്. അപ്പോൾ മച്ചാന്മാരെ നമ്മളങ്ങനെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ നമ്മുടെ ചങ്കള റൂമിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ മുത്തുവാണിട്ടാ നമ്മൾ എത്തിയപ്പോൾ നമുക്കുള്ള കട്ടനൊക്കെ ഉണ്ടാക്കണേ നമുക്കുള്ളതല്ലേ. അപ്പൊ ഇവിടെ താഴത്തേക്കാണ് മൂപ്പരെ സുഹൃത്തുക്കൾ കേട്ടോ. ഇതാണ് മൂപ്പരെ മെയിൻ റൂം. ചങ്കളൊക്കെ നാട്ടുകാരാണ്. അപ്പൊ എന്തായാലും ഞങ്ങളെല്ലാരും ഹാപ്പിയാണ്. വേണ്ടത് പെട്ടെന്ന്. അപ്പൊ ഞങ്ങളെല്ലാരും ഇവിടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് പൊളിച്ച് ഹാപ്പിയാണ്. അപ്പൊ ഇതുപോലെ നല്ല കിടിലൻ വീഡിയോസ് നമുക്ക് ഇനി ഇവരും കൂട്ടണം. അപ്പൊ മറ്റു നല്ലൊരു കിടിലൻ യാത്രകൾ വിശ്വസമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ